Hi friends, welcome back to our channel Kitchen Petals. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കുൽഫിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രിയപ്പെട്ട കുൽഫിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫ്രഷ് ഓറഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് രസ്ന പൗഡർ അല്ലെങ്കിൽ ടാങ് യൂസ് ചെയ്യാം. അതിന്റെ ഓറഞ്ച് ഫ്ലേവർ എടുത്താൽ മതിയായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കുൽഫി നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പ്രിപ്പയർ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ വീഡിയോ കാണാം. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തേക്കുന്നത്. ഒത്തിരി തിക്കായിട്ടല്ല, കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. നിങ്ങളടുത്ത് ഫ്രഷ് ഓറഞ്ച് ഇല്ലെങ്കിലും മുന്നേ പറഞ്ഞതുപോലെ തന്നെ ടാങ് അല്ലെങ്കിൽ രസ്ന പൗഡറിൻ്റെ ഓറഞ്ച് ഫ്ലേവർ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യമേ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കട്ട കെട്ടാതെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കോൺഫ്ലോർ മൈദ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജ്യൂസ് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ ജ്യൂസ് എടുത്ത സെയിം ഗ്ലാസ് അളവിൽ തന്നെ 1 ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഫ്ലെയിം ലോയിൽ ഇടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പോളം വരുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കോൺഫ്ലോർ മൈദ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അത് കട്ടി പിടിക്കാതെയും അടുക്കി പിടിക്കാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് കുറുകി തിക്ക് കൺസിസ്റ്റൻസി ആകുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈവിടാതെ തന്നെ ഫ്ലെയിം ലോയിലിട്ട് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം സമയം എടുക്കില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് ചൂടാറി നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് ഫുഡ് കളറാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കശുവണ്ടി ചോപ്പ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കശുവണ്ടിക്ക് പകരം ബദാം അല്ലെങ്കിൽ പിസ്ത ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഒന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് കുൽഫി മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതെടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിൽ തന്നെ, സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിലും കുപ്പി ഗ്ലാസ്സിലാണെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുൽഫി സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലുള്ള സ്റ്റിക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മുന്നേ കുൽഫി വാങ്ങിച്ചതിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ മതിയായിരിക്കും. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓരോ മോൾഡിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്ക് ഈ കുൽഫി സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു നൈഫ് വെച്ച് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കുൽഫി സ്റ്റിക്ക് കയറാൻ പാകത്തിന് അത്രയും മാത്രം ചെറിയൊരു കട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് കുൽഫി സ്റ്റിക്ക് ഇതിലേക്ക് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ താഴെ വരെ വെച്ചിട്ട്, അതായത് കുൽഫി സ്റ്റിക്ക് ഇതിൻ്റെ ബേസ് വരെ തട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വലിച്ചിട്ട് ഒന്ന് മിഡിലെത്തക്കോണം വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കുൽഫി സ്റ്റിക്സ് എല്ലാം വെച്ചു. ഇനി ഇത് നമുക്ക് സെറ്റ് ആകാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഇത് സെറ്റായി കിട്ടാനായിട്ട് നമുക്ക് 4 മുതൽ 6 മണിക്കൂർ വരെ വേണ്ടിവരും. ഓരോ ഫ്രിഡ്ജിൻ്റെ അനുസരിച്ച് ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മോൾഡിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. പച്ചവെള്ളം അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം എടുക്കാം.
ഒന്നുകിൽ ഈ മോൾഡ് നമുക്ക് ഈ വെള്ളത്തിലിറക്കി 2-3 മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കൈ വെച്ച് വെള്ളം തൊട്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതിയായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മോൾഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. നിങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.